സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വരെ, അതായത് ജൂൺ മുതൽ നമ്മുടെ ഒരു ജൂലൈ അവസാനം വരെ, ജൂൺ 1 മുതൽ ജൂലൈ 30 വരെ മഴയിൽ പൊതുവിൽ കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. സംസ്ഥാനത്ത് ആകമാനം 36% കുറവാണ്. അത് പല ജില്ലകളിലും ഏറിയും കുറഞ്ഞും മഴക്കുറവ് നല്ല രീതിയിലുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമുക്കറിയാം, ഒരു ഗ്ലോബൽ ക്ലൈമറ്റ് പാറ്റേൺ തന്നെ എൽനിനോ മൂലം ഷിഫ്റ്റായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ മൺസൂണിലും ഈ എൽനിനോയുടെ ഒരു പ്രശ്നം കൊണ്ട് മഴക്കുറവ് വളരെ നല്ല രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിലുണ്ടായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ചക്രവാത ചുഴിയുടെയും അതുപോലെ മൺസൂൺ ട്രഫ് ഏരിയയിലുണ്ടായിട്ടുള്ള മറ്റൊരു ന്യൂനമർദ്ദത്തിൻ്റെയും ഭാഗമായി മൺസൂൺ കൊണ്ടുവരുന്ന കാറ്റ്, അതിനെ നമ്മൾ മൺസൂൺ ലോ ലെവൽ ജെറ്റ് എന്നാണ് പറയുക, ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ ഉയരത്തിലായിട്ടാണ് ഈ ശക്തമായിട്ടുള്ള കാറ്റുള്ളത്. ആ കാറ്റ് ബംഗാൾ ഉൾക്കടലിലെ സിസ്റ്റത്തിൻ്റെ സ്വാധീനത്താൽ ശക്തി പ്രാപിക്കുകയും അറബിക്കടലിൽ നിന്ന് വലിയ രീതിയിലുള്ള ഭീമാകാരമായിട്ടുള്ള മഴമേഘങ്ങൾ കേരളത്തിൻ്റെ തീരത്തേക്ക് വരികയും ചെയ്തു. അത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം നിന്ന് പെയ്യുകയാണ്. ഏതാനും മണിക്കൂറുകൾ നിന്ന് പെയ്യുമ്പോൾ ഇതുവരെ കിട്ടാത്ത രീതിയിൽ, അതായത് ഒരാഴ്ച കൊണ്ട് കിട്ടേണ്ട മഴ അല്ലെങ്കിൽ 1-2 ആഴ്ച കൊണ്ട് കിട്ടേണ്ട മഴ ഒരൊറ്റ ദിവസം കൊണ്ട് പെയ്തിറങ്ങുന്ന സാഹചര്യമാണ് പല സ്ഥലങ്ങളിലുമുള്ളത്. പൊതുവിൽ ഇത്തരത്തിൽ വളരെ ശക്തിയേറിയിട്ടുള്ള, വളരെ കട്ടിയേറിയിട്ടുള്ള കൂമ്പാരമേഘങ്ങളാണ് ഉണ്ടാവുക. ഈ കരപ്രദേശം ചൂട് പിടിച്ചു കഴിഞ്ഞാലുണ്ടാവുക. അതിനെ സംവഹന മേഘങ്ങൾ എന്നാണ് പറയുക, കൂമ്പാരമേഘങ്ങൾ. പക്ഷേ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ഒരു പ്രദേശത്ത് മാത്രമല്ല, ഒരു വലിയ പല ജില്ലകളിൽ തന്നെ, കേരളത്തിൽ പൊതുവിലും അതുപോലെ പല ജില്ലകളിലും ഇതിൻ്റെ വളരെ വൈഡ് സ്പ്രെഡായിട്ടുള്ള ഈ മഴമേഘങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം പല സ്ഥലങ്ങളിലും കിട്ടിയിട്ടുള്ള മഴ 10 സെൻറ്റിമീറ്ററും അതിൽ കൂടുതലുമാണ് 24 മണിക്കൂർ കൊണ്ട് കിട്ടിയിട്ടുള്ളത്. ഈ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എല്ലാ സമയവും ഒരുപോലെ യൂണിഫോം ആയിട്ടുള്ള മഴയല്ല കിട്ടുക. ഏതാനും മണിക്കൂറുകൾ അതിശക്തമായിട്ടുള്ള മഴ, പിന്നീട് ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ നോർമലായിട്ടുള്ള മഴ എന്നുള്ള അവസ്ഥയിലേക്ക് പല സ്ഥലങ്ങളിലേക്കും വരികയും, ഇങ്ങനെ വ്യാപകമായി എല്ലാ സ്ഥലത്തും മഴ കിട്ടുമ്പോൾ ആ മഴവെള്ളത്തിൻ്റെ ഒരു ഒത്തുചേരലുണ്ട്. ഭൂമിയുടെ ഒരു ടോപ്പോഗ്രഫി മൂലം ഇത് പല നദികളിലേക്ക് ഒഴുകിയെത്തുകയും ആ തോടുകളും നദികളും ഒക്കെ കരകവിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ശക്തമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ടായിട്ടുള്ളത്. അപ്പം ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മഴയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, മൺസൂൺ മഴയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് എൽനിനോയാണ്, മറ്റൊന്ന് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന താപനിലയിലെ വ്യത്യാസത്തിനനുസരിച്ചുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. മറ്റൊന്ന് ഒരു മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു ആഗോള മഴപ്പാത്തിയുടെ സ്വാധീനമാണ്. ഇതിൻ്റെ മൂന്നിൻ്റെയും നെറ്റ് എഫക്റ്റാണ് നമ്മുടെ ഇവിടെ ലഭിക്കുന്ന മഴയുടെ ഇൻറ്റൻസിറ്റിയെ നിർണ്ണയിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.